ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹുവ സെറ്റ് മാൻവ. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ മൗൻഹുവ സെറ്റിലെകൾ. ഇനി മുതൽ മൗൻഹുവ സെറ്റിന്റെ ബിസിനസ് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് ഇനി മൗൻഹുവ സെറ്റിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാം. പക്ഷേ രണ്ട് കണ്ടീഷൻ ഉണ്ട്. രണ്ട് കണ്ടീഷനോ? ആദ്യം, സമ്പാദിക്കുന്ന പണം സൂക്ഷിക്കരുത്. സെറ്റിന്റെ വളർച്ചയ്ക്ക് മുഴുവനും ഉപയോഗിക്കണം. അത് തന്നെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. രണ്ട്, നിങ്ങൾ തേർഡ് ക്ലാസ് പ്രിൻസിപ്പൽ ചൂമിയൊന്നിന് പ്രത്യേക പരിഗണന നൽകണം. പരിഗണനയോ? മനസ്സിലായില്ലല്ലോ. പരിഗണന എന്നത് വളരെ അവ്യക്തമാണല്ലോ. ചൂമിയൊങ്ങിന് ഇപ്പോൾ തന്നെ തേർഡ് ക്ലാസ് പ്രിൻസിപ്പൽ ഉണ്ടാകാൻ പാടില്ലാത്ത പ്രത്യേക പ്രിവിലേജസ് ഉണ്ട്. ഇനി ഞാൻ അവൻ എന്ത് കൊടുക്കും? സെക്കൻഡ് എൽഡർ സ്യൂമിയും മുമ്പ് കണ്ടെത്തിയ സീക്രട്ട് മാർഷൽ ആർട്സ് ഫാളിംഗ് പെറ്റൽസ് ഓർ 7 പ്ലം ബ്ലോസംസ് അവനെ പഠിപ്പിക്കാൻ അനുവദിച്ചാൽ എങ്ങനെയിരിക്കും? ഓ, അത് നല്ല ഐഡിയ ആണല്ലോ. ഒരിക്കലുമില്ല. എല്ലാരും അയാളെ ഒന്ന് നോക്കിയിട്ട് എന്താണ് കുഴപ്പം? അത് റിവാർഡായി എങ്ങനെ കണക്കാക്കും? വൈറ്റ് പ്ലം ബ്ലോസമിൽ എല്ലാ ദിവസവും ഇത് പഠിക്കുന്ന ഒരാൾക്ക് ഈ റിവാർഡ് എങ്ങനെ കൊടുക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും മാർഷൽ ആർട്സിനോട് വല്ലാത്ത ഒബ്സഷൻ ആണ്. മേശയിൽ കൈയടിച്ചിട്ട് പറഞ്ഞ പോലെ ഇത് റിവാർഡ് ആകില്ല. യഥാർത്ഥ റിവാർഡ് എന്ന് പറയുന്നത് റിവാർഡ് കൊടുക്കുന്ന ആൾക്ക് റിവാർഡ് കൊടുക്കാൻ അല്പം മടി കാണണം, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ കുറച്ച് വേദനയെങ്കിലും കാണണം. മനസ്സിലായോ? ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസമായിട്ട് പെരുമാറുന്നത്? കഴിഞ്ഞ മീറ്റിംഗ് വരെ ഇയാൾ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ചെറിയ അച്ചീവ്മെന്റ് ആണെന്നാണോ അത്? ആ കുട്ടി സാർ വാങ്ങിന് രക്ഷിച്ചതുകൊണ്ടാണ് ഈ വലിയ തുക വന്നത്. അപ്പം തന്നെ സൗജന്യമായി ബിസിനസ് എല്ലാം നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഓ, അതായിരുന്നല്ലേ കാര്യം. ഫിനാൻസ് ആൻഡ് എക്കണോമിക് ഏജൻസിയുടെ ലീഡർ. സെറ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നയാൾ. സെറ്റ് ഇന്നും അതിന്റെ ബാഹ്യ രൂപം നിലനിർത്തുന്ന ഇയാളുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അവിടെ കാണിക്കുന്ന യോയുടെ ഓഫീസാണ്. ലൈബ്രറി മുഴുവൻ ബുക്കുകളും ഫയലുകളും ചിതറ കിടക്കും. ജീവനക്കാർ ഓടി നടക്കുന്നു. ഏജൻസിയുടെ എവിടെയും ഏരിയൽ നോട്ടീസുകൾ ഒരുപോലെ വരുന്നു. ഓരോരോ ഡിസ്പ്ലേ വന്ന് നമ്മുടെ യോമിന്റെ അടുത്ത് ഓരോരോ പരാതികൾ പറയുന്നു. ഞാൻ എടുത്തു, നമുക്ക് ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്യാം. അത് അവർക്ക് ശരിക്കും ഒരു നരകമായിരുന്നു. ഏകദേശം തകർച്ചയിലേക്ക് പോകുന്ന ഒരു സെക്ടറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അയാൾക്ക് എത്ര ഭീകരമായിരുന്നിരിക്കണം. അവരെ ആശിച്ചത് മാസം തോറും ചെലവുകൾ കൊടുത്ത് ബാക്കി കുറച്ച് പണം കയ്യിൽ വെക്കാൻ കഴിയണമെന്നായിരുന്നു. ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു. അതും സാധ്യമാക്കിയത് ചോമിങ് എന്ന കുട്ടിയാണ്. എനിക്ക് മനസ്സിലായി അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നപ്പോൾ. നമ്മൾ അവൻ ശരിയായ ഒരു റിവാർഡ് കൊടുക്കണം. അപ്പോൾ മാത്രമേ അവൻ പുറത്തുപോയി കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടൂ. അവൻ ഒരു ഭാഗ്യദേവനാണ്. അവനാണ് നമ്മുടെ അഭിമാനം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവൻ എന്തായാലും ഒരു ബിഗർ റിവാർഡ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫിനാൻസിൽ തന്നെ പിടിച്ചുകൊണ്ട് നമ്മുടെ സെക്കൻഡ് എൽഡറാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ഓവർലുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറെയുള്ള ഒരു പെന്റെ ഇമോഷൻസ് ആണത്. ഞങ്ങൾക്ക് മനസ്സിലാവും സെറ്റിലേറ്റർ. പക്ഷേ ഞാൻ അയാളോട് യോജിക്കുന്നു സെറ്റിലേറ്റർ. നമ്മൾ ചൂമിയങ്ങിന് റിവാർഡ് കൊടുക്കണം. ഇതിലൂടെ ഡിസിപ്ലിൻസ് മനസ്സിലാകും. മൗൻഹുവ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് റിവാർഡ് കൊടുക്കും എന്ന്. അപ്പോൾ അവന് എന്ത് റിവാർഡാണ് കൊടുക്കേണ്ടത്? അവൻ മൗൻഹുവ സെറ്റിൽ നിന്ന് പുറത്തു പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ അവനെ മർച്ചിങ്കിളിന്റെ വരെ പോകാൻ അനുവദിച്ചാൽ അതേതാണ്ട് നമ്മൾ അവനെ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പോലെയല്ലേ? അതിനെ ഒരു റിവാർഡായി കണക്കാക്കാൻ പറ്റുമോ? സാർ വാങ് ചൂമിങ്ങിനെ എത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എപ്പോഴും ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. അത് ശരിയാണ്. എന്തുകൊണ്ട് അവന് പ്ലം ബ്ലോസം സോട്ട് കൊടുത്തൂടാ? അത് മൗൻഹുവ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നല്ലേ? അവൻ എന്തായാലും അത് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് അവന് ഇഷ്ടമുള്ളത് എടുക്കാൻ അനുവദിക്കാം. പെട്ടെന്ന് അവിടുത്തെ അല്ല, അവന് പൈസ കൊടുത്താൽ മതി. സെക്രട്ടറിയാണ് ആളുടെ വാവത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട ലീഡർ. മൗൻഹുവ സെറ്റ് ഓരോ ദിവസവും കൂടുതൽ വിചിത്രമായി മാറുന്നു. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ മൗൻഹുവ സെറ്റിനെ നോക്കിയിരിക്കുന്നത് നമ്മുടെ ചൂമിയങ്ങും എൽഡറുമാണ്. നിങ്ങളുടെ ആക്ടിങ് വളരെ ഗ്രേറ്റ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ? ഒരുപോലെയോ? ഞാൻ നിങ്ങളെ രക്ഷിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ഗിൽഡ് മാസ്റ്ററിനൊപ്പം ഒരുപോലെ ഇരിക്കാൻ യോഗ്യതപ്പെടുന്നുണ്ടെന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല. നിങ്ങൾ ഇനിയും തൊട്ട് ലീഡറിനോട് സംസാരിക്കണം. മൗൻഹുവ സെറ്റിനോടൊപ്പം ഒരേ ബോട്ടിൽ കയറാൻ എനിക്ക് ഉദ്ദേശമില്ല. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ നിന്നെ ഇല്ലാത്ത മൗൻഹുവ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ എന്നെ കൂടുതലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. യങ് ടോയ്സ്, ഞാൻ എന്റെ എൻ്റയർ ലൈഫ് മർച്ചന്റ് ആയിട്ടാണ് ജീവിച്ചത്. മരിക്കുന്ന ദിവസം വരെ ഞാൻ ഒരു മർച്ചന്റായി തന്നെ തുടരും. ഒരു മർച്ചന്റ് എന്ന നിലയിൽ എനിക്കുള്ള ഒരേ ഒരു ആയുധം മാത്രമാണ് ആളുകളെ വായിക്കാനുള്ള ഒരു കണ്ണ്. ആ കഴിവില്ലായിരുന്നെങ്കിൽ എന്റെ ബിസിനസ്സുകൾ ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടിരിക്കും. ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയെങ്കിൽ അതെന്തായാലും അവസാനം ഫെയിലാകും. അതിനെ റിഗ്രറ്റ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മൗൻഹുവ സെറ്റും മൗൻഹുവ മർച്ചന്റ് ഗിൽഡും നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. ഇതെല്ലാം കേട്ടെടുത്തി. അത് തെറ്റല്ല. എന്തായാലും നമ്മൾ ഒരു ബോട്ട് എന്ന് വീണ്ടും പറയരുത്. അങ്ങനെ പറയുന്നവർ അവസാനം ചതിക്കാറാണ് സാധ്യത. ഇപ്പോൾ MC പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിൽ പറയുന്നു. പണ്ട് മൗൻഹുവ സെറ്റിന്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ തകർച്ചയ്ക്ക് ആഗ്രഹിച്ചവരും ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്കും അങ്ങനത്തെ പറച്ചിലുകളൊന്നും ഇഷ്ടമല്ല. ഒരു മർച്ചന്റിന്റെ കാഴ്ചപ്പാടിൽ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഒരുമിച്ച് കയറാനും ഇറങ്ങാനും പറ്റും. എന്നാൽ നമ്മൾ രണ്ടുപേരും ഒരേ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നെങ്കിൽ ഒരുമിച്ച് ബോട്ട് തുഴഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താം. ശരിയാണ്. വ്യക്തമായി കാണിച്ചു നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരേ ദിക്കിലാണെന്ന്. എന്തായാലും മൗൻഹുവ മർച്ചന്റ് ഗിൽഡിനെ മൗൻഹുവ സെറ്റിനെ പിന്തുണച്ചാൽ ബെനിഫിറ്റ് മാത്രം ലഭിക്കും. എന്നാൽ ഈ കുട്ടിയുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആണ്. എന്നിട്ട് യൻസിനെ നോക്കി, മൗൻഹുവ സെറ്റ് ഇപ്പോൾ തന്നെ നിന്റെ മനസ്സിൽ വളർന്നു കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം
കാലവും മൗണ്ട് കോസെറ്റിനെ റിവൈവ് ചെയ്യുമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? എന്ത് ഭീകര ആത്മവിശ്വാസം! സെയിൻഹോ മർച്ചന്റ് മൗണ്ട് കോസെറ്റിനെ പിന്തുണയ്ക്കാൻ അതിന്റെ പരമാവധി ശ്രമിക്കും. ഇതിനർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാലോ? അതിനർത്ഥം നിങ്ങൾ അതിനനുസരിച്ചുമായിട്ട് എനിമീസ് ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്റെ പൈസയൊന്നും ചോദിക്കാൻ പോവല്ലോ. ഒരു ഷെയിംലെസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ? ഓഹോ, എനിക്ക് ഒന്നും തിരികെ വേണ്ട. ഞാൻ വെറും ഇത് നിനക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞതാണ്. ശരി, അത് സാരമില്ല. രണ്ടുപേരുടെ മനസ്സിൽ അപ്പോൾ എല്ലാം നീ വളരെ വേഗം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ MC, നീ ശരിക്കും ഒരു മർച്ചന്റ് അല്ലേ? നീ എങ്ങനെ ധൈര്യപ്പെടുന്നു എനിക്ക് എന്നെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി? രണ്ടുപേരും ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. യങ് ടോയിസ്റ്റ്, നീ ഒരു അസാധാരണനാണ്. നിന്റെ പ്രായത്തിൽ ലോകത്തിൽ നിന്നെ പോലെ ആരും ഉണ്ടാകില്ല. അപ്പോൾ MC, എന്റെ പ്രായം കൊണ്ട് മാത്രമല്ല ഞാൻ എക്സെപ്ഷണൽ. എന്നെ പോലെ ഈ ലോകത്ത് വേറെ ആരും കാണില്ല. വേറെ ആർക്കാണ് സാധിക്കുന്നത് മരിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി? എന്തിരുന്നാലും ഈ ലോകത്ത് നിന്ന് ഹൈഡ് ആയിട്ടിരിക്കണം. ലോകം ഒരു ഭയപ്പെടുത്തുന്ന സ്ഥലമാണ്. അതിൽ എല്ലാ തരത്തിലുള്ള ഗോസ്റ്റും ഡീമൻസും ഉണ്ട്. പലരും അവരുടെ ബെസ്റ്റ് ബെനിഫിറ്റിനായി മറ്റുള്ളവരെ കൊല്ലും. നീ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ഒരു അണി പോലെയാണ്. ലോകം നിന്നെ കണ്ടെത്തുന്ന നിമിഷം നിന്റെ പിറകെ ഒരുപാട് പേർ വരും. നിങ്ങൾ എന്നെ വളരെ വലുതായി കണക്കാക്കുന്നു. ഞാൻ വെറും ഒരു ചെറിയ കുട്ടിയാണ്. ശരി, എന്നാൽ ഞാൻ പോകാം പറഞ്ഞ എൽഡർ പോകുന്നു. ഒരു മിനിറ്റ്, എനിക്ക് നിന്നോട് ഒരു ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലോ അല്ലേ? അടുത്ത് നടക്കുന്ന പുറത്തേക്ക് ഇറങ്ങിപ്പോയ എൽഡർ ആണെങ്കിൽ നമ്മുടെ MC-നെ നോക്കിയിരിക്കുന്നു. സീരിയസ്ലി അവൻ എന്നോട് ഇത്രയധികം കാര്യങ്ങൾ ചോദിക്കുന്നു. എനിക്ക് അവന്റെ ചിന്തകൾ കാണാൻ പറ്റുന്നില്ല. അവൻ കാണിക്കുന്ന ആ കുട്ടിത്തരം സത്യമാണോ വ്യാജമാണോ എന്ന് പോലെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ മൗണ്ട് കോസെറ്റ്, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രാഗൺ ലെയർ എന്ന് തന്നെ പറയാം. ആരും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൗണ്ട് കോസെറ്റിലെ ഡ്രാഗനെ ഞാൻ കണ്ടുപിടിച്ചു. ഈ വിവരം ശരിയായി ഉപയോഗിച്ച മർച്ചങ്കിളിന് ലോകത്തിലെ ഏറ്റവും വലിയ മർച്ചങ്കിൾഡായി മാറും. ഇപ്പോൾ യങ് മാസ്റ്റർ, നല്ലൊരു സംഭാഷണമായിരുന്നു അയാളുമായി. അതെ ഡോങ്ക്വയ്. യെസ് ഫാദർ. എന്റെ ചിന്തകൾ വീണ്ടും ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. കണ്ടിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുണ്ട്. വരൂ പോകാം. എന്നിട്ട് നമ്മുടെ എൽഡർ പുറത്തേക്ക് പോകുന്നു. മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ പ്രായം കൂടുന്തോറും നിങ്ങൾ കൂടുതൽ ബുദ്ധിമാനാകും. അദ്ദേഹവുമായി ഡീൽ ചെയ്യുന്നത് മൗണ്ട് കോസെറ്റിലെ എൽഡേഴ്സുമായി ചെയ്യുന്നതിനേക്കാൾ തികച്ചും വ്യത്യാസമായിരുന്നു. അയാൾ ബിസിനസ് ലോകത്ത് തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ, ആർഗ്യൂ ചെയ്യാനും അയാൾക്ക് നല്ല കഴിവുണ്ട്. ലോയിസിനെ പോലെ അയാൾ ഒരിക്കലും രാവില്ല. എന്തായാലും മൗണ്ട് കോസെറ്റിന്റെ തിരിച്ചുവരവിനെ തടഞ്ഞിരുന്ന ഏറ്റവും വലിയ തടസ്സം ദാരിദ്ര്യം. അത് ഇല്ലാതാക്കി. ഇപ്പോൾ സദൈനെ രക്ഷപ്പെടുന്ന സമയമല്ല. അവർ തങ്ങളുടെ വേരുകൾ മറന്ന് മറ്റെന്തെങ്കിലും തിരിഞ്ഞേക്കാം. പക്ഷേ മൗണ്ട് കോസെറ്റ് അതിന്റെ ഐഡന്റിറ്റി തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ മാർഷൽ ആർട്സ് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ട സമയം. മർച്ചങ്ങൾ ശരിക്കും ശക്തരാണ്. മൗണ്ട് കോസെറ്റിന്റെ ഒരു ഡിസ്പിൾ പോലും വിജയിക്കാത്ത കാര്യം ഈ മാസ്റ്റർ ചുരുങ്ങിയ ദിവസം കൊണ്ട് സാധിച്ചു. യുവമിലെ ബിസിനസ് സ്റ്റെബിലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫിനാൻസിന്റെ എക്കണോമിയുടെ ഏജൻസിയിലെ ലീഡർ ഇപ്പോൾ നല്ലപോലെ ചിരിക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം ആ സ്റ്റെബിലിറ്റി ഇവിടെ വന്നു. പക്ഷേ എല്ലാവർക്കും ആ ശാന്തമായ സമയമല്ല. അടുത്ത് കാണിക്കുന്ന രാത്രി ട്രെയിൻ ചെയ്യുന്ന ഡിസ്പിൾസിനെയാണ്. ശരി, ഒരു തവണ കൂടി. ഇത് അവസാനത്തേതായിരുന്നില്ലേ? ഈ റേറ്റിൽ പോയാൽ ഞങ്ങൾ മരിക്കും. ഇവരായിട്ട് ആരും മരിച്ചില്ലല്ലോ. താഴേക്ക് നോക്കിയപ്പോ നമ്മുടെ ജോഗുലിനെ കണ്ട് ചിരിച്ചുകൊണ്ട് ഗ്രേറ്റ് സാസു. എന്ത് വിചിത്രമാണ്. എല്ലാ പുലർച്ചെയും ഞങ്ങൾ ഒരുമിച്ച് ശരീരം കെട്ടിപ്പടുക്കും. ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ഈ രാവിലത്തെ ട്രെയിനിങ്ങില്. കാരണം ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന്. കാരണം മൗണ്ട് കോസെറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്പീഡും പെയിൻസിലുമാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തതിലൂടെ അത് കൂടുതൽ വഷളാവുമെന്ന് ഓർത്തെ. പക്ഷെ അതിശയകരമായിട്ട് ഫിസിക്കൽ ബോഡി സ്ട്രോങ്ങർ ആയതിന്റെ ഒപ്പം തന്നെ സോഡ് സ്പീഡും ഫാസ്റ്റായി ഷാർപ്പ് ആവുകയും ചെയ്തു. പണ്ടൊക്കെ എല്ലാവരും രാവിലത്തെ ട്രെയിനിങ് അവസാനിക്കാൻ കാത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ തന്നെ നിൽക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് വീക്കിൽ എത്തി തിരിച്ചു വരാം എന്ന് ഞാനതും ആയിരിക്കും. ഞങ്ങൾ ഇപ്പോൾ വ്യത്യസ്തരാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ട്രെയിനിങ് എല്ലാം വളരെ എളുപ്പമാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു കല്ലിവിടെ വെച്ചുവിടാ സീനിയർ ബ്രദർ. എനിക്ക് ആ ഫീലിംഗ് ഒഴിവാക്കാൻ പറ്റുന്നില്ല. മൗണ്ട് കോസെറ്റ് പതിയെ മൗണ്ടൈൻ ബാൻഡിറ്റ്സിനോട് സിമിലർ ആയിക്കൊണ്ടിരിക്കുവാന്ന്. നമുക്കിത് ഫിനിഷ് ചെയ്ത് തിരികെ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മോർണിംഗ് ട്രെയിനിങ് തുടങ്ങാം. സീനിയർ ബ്രദർ. പക്ഷേ സീനിയർ ബ്രദർ, ട്യൂമിങ് ഇന്നും വന്നില്ലേ? അതെ, അയാൾ ഈയിടെ ട്രെയിനിങ് വരാറില്ല. ശരിയാണ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയത് മുതൽ അയാളെ അധികം കണ്ടിട്ടില്ല. പക്ഷെ അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുവല്ല. അയാൾ എപ്പോഴും ഏറ്റവും നേരത്തെ ഉണരുന്ന ആളാണ്. ഈ ടൈം മൊത്തം അയാൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? ചിലപ്പോൾ അയാൾ ആ ഇൻഫർമേഷനിലേക്ക് പോയി കാണുമോ? മൗണ്ട് കോസെറ്റ് സ്റ്റെബിലൈസ് ആയ ശേഷം അയാൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവനല്ലേ ഇവിടുത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. അതെ, ശരിയാണ്. പക്ഷേ സീനിയർ ബ്രദർ, നിനക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്ര ശക്തരായി മാറിയെന്ന്? ശക്തി എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ശക്തരായതുകൊണ്ട് നമ്മൾ എത്ര വളർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ചൂമി വരുന്നതിന് മുമ്പത്തേക്കാളും ഇരട്ടി ശക്തരായി നമ്മളിപ്പോൾ. വെറും ഇരട്ടി ശക്തിയോ? നീ അത് താഴെ വെക്കും. എന്തായാലും എനിക്കറിയില്ല. നമ്മൾ ഇരട്ടി ശക്തി എന്ന് പറയുന്നതും ചുമ്മാ ഒരു ഇതിൽ പറഞ്ഞതാണ്. എന്തായാലും എന്റെ പാസിലെ എന്റെ ശക്തിയുള്ള 3 പേരെ എനിക്ക് കീഴ്പ്പെടുത്താം. അതുപോരാ, നിങ്ങൾക്കും അറിയില്ലേ ആ കോൺഫറൻസ് വരാൻ പോകുന്നു. നമുക്ക് ഇതിനേക്കാളും സ്ട്രോങ്ങർ ആകണം, കൂടുതൽ സ്ട്രോങ്ങർ. ഇത് കഴിഞ്ഞൊക്കെ സാസൊന്നും ചിരിച്ചിട്ട്,
ശരിയാണ്, നമുക്ക് ആ ചൂമിങ് ചെക്കനോട് വന്നു കഴിഞ്ഞ് നമ്മളെ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ പറയണം. സീനിയർ ബ്രദർ. രാത്രിയിൽ നമ്മൾ ചൂമിങ് ഉറക്കത്തിന് എണീക്കുന്നു, ഇരുട്ടിൽ കാട്ടിലൂടെ പോകുന്നു. ഇപ്പോൾ MC എല്ലാം ശക്തരാകാൻ വേണ്ടിയാണെങ്കിലും എന്തുകൊണ്ടാണ് ഞാൻ അവരെ ഒഴിവാക്കി ഈ പുലർച്ചെ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഈ ട്രെയിനിങ് മെത്തേഡിന് ഒരു ശേഖരമില്ല. ചിന്തയും ശരീരവും തമ്മിലുള്ള ഡിസോണൻസ് കുറച്ച് കൊണ്ട് മുഴുവൻ ശക്തിയോടെ വാൾ ഈശ്വര മാത്രമാണ്. എന്റെ പഴയ ശരീരമായി ഞാൻ ഇതിനകം ബോഡി ആൻഡ് സോൾ യൂണിഫിക്കേഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു സിമ്പിൾ ആയ മെത്തേഡാണ്. ദ ബോഡി ആൻഡ് സോൾ യൂണിഫിക്കേഷൻ. എന്റെ പാസ്റ്റ് ലൈഫ് ഞാൻ ബോഡി ആൻഡ് സോൾ യൂണിഫിക്കേഷൻ നേടിയെടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് പറ്റുന്നില്ല. ഈ ഇൻകംപ്ലീറ്റ് ഫോം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് സൈഡ് എഫക്റ്റും എനിക്ക് അനുഭവപ്പെട്ടു. അതിനർത്ഥം എനിക്ക് സ്ട്രോങ്ങർ ആകണമെങ്കിൽ എനിക്ക് തുടർച്ചയായി ട്രെയിൻ ചെയ്ത് എത്രയും വേഗം എന്റെ വാളുമായി ഒന്നിക്കേണ്ടതുണ്ട്. പക്ഷെ പ്രോബ്ലം എന്തെന്നാൽ എനിക്ക് അവരുടെ മുന്നിൽ എന്റെ സോഡാറ്റ് ഉപയോഗിച്ച് സ്വതന്ത്രമായി ട്രെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം അവരെന്നെ ട്രെയിൻ ചെയ്യുന്നത് കണ്ടാൽ മൗണ്ട് ഹൊസറ്റ് കെയോസിലേക്ക് വീണേക്കാം. അത് സംഭവിക്കുന്നത് കാണുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ തന്നെയാണ് തയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പുലർച്ചെയും ഫാലിംഗ് പെറ്റൽ പീക്കിലേക്ക് വന്ന് സോഡാറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. പെട്ടെന്ന് അവിടുന്ന് വേറെ ആരോ ട്രെയിൻ ചെയ്യുന്നു കാണുന്നു. ഈ സമയത്ത് ഞാനല്ലാതെ മറ്റാരാണ് ഇവിടെ വരിക? അവർ ട്രെയിൻ ചെയ്യുന്ന ഒരാളെ കാണിക്കുന്നു. ഓ, ലൈറ്റ് ബ്യൂട്ടി. മൃദുവായതും എന്നാൽ ശക്തവുമായ, ആശയായതും എന്നാൽ എലഗന്റുമായ, ദുർബലം എന്ന് തോന്നിക്കുന്ന പക്ഷെ ഒരിക്കലും കുലുങ്ങാത്ത സോ ഡാൻസ്. ആവാൻ ഒരു പ്ലം ബ്ലോസമിനെ പോലെയാണ്. മൗണ്ട് ഹൊസറ്റിന്റെ പഴയ സോഡാറ്റ് ആ പെൺകുട്ടിയുടെ മൂൺലൈറ്റ് സോ ഡാൻസിൽ ഞാൻ കാണുമെന്ന് വിചാരിച്ചില്ല. എന്നെ ഒഴിച്ച് എല്ലാവരും അവയെ മറന്നു എന്നാണ് ഞാൻ കരുതിയത്. മറ്റാർക്കും കാണാൻ പാടില്ലാത്ത മൗണ്ട് ഹൊസറ്റിന്റെ പഴയ സോഡാറ്റ് ഇപ്പോൾ എന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഉപയോഗിക്കപ്പെടുന്നു. നീ ഏത് സോഡാറ്റ് പഠിച്ചാലും കാര്യമില്ല. ഏറ്റവും പ്രധാനം നീ എന്തുകൊണ്ടാണ് സോഡ് ബിൽഡ് ചെയ്തതെന്നാണ്. ശരിയാണ്. പെട്ടെന്ന് ആ ഡിസിപ്പിൾ ആണെങ്കിൽ നമ്മുടെ നോട്ടീസ് ചെയ്യുന്നു. അവന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. നീ ആരാണ്? ഡാമിറ്റ്. എന്നെ പോലെയുള്ള ഒരാൾ ഇവളെ പോലെ ഒരു കുട്ടി എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഇനി എനിക്ക് സ്വയം റംബോസം സോട്ട്സിനെ എന്ന് വിളിക്കാൻ കഴിയില്ല. നീ ആരാണ്? ഞാൻ നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കാൻ പോയത്. നീ ആരാണെന്ന്. അത് ഇവളെ കണ്ടു കഴിഞ്ഞാൽ മൗണ്ട് ഹൊസറ്റിന്റെ ഡിസിപ്പിൾ ആയിട്ട് തോന്നുന്നു. നീ ആരാണെന്ന് പറഞ്ഞു യൂണിഫോമത്തെ ചൂണ്ടിക്കാണിച്ചിട്ട്. മൗണ്ട് ഹൊസറ്റ് മാർഷൽ യൂണിഫോം. ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. നീ തേർഡ് ക്ലാസ് ഡിസിപ്പിൾ ആണോ? അതെ. പക്ഷേ തേർഡ് ക്ലാസ് ഡിസിപ്പിളിന് സൂര്യാസ്തമയത്തിന് ശേഷം പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ലല്ലോ. എനിക്ക് സെക്രട്ടറിയുടെ പെർമിഷൻ ഉണ്ട്. എന്ത്? സെക്രട്ടറി നിന്നോ? അതെ. അദ്ദേഹം തേർഡ് ക്ലാസ് ഡിസിബിളിന് ഇങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തോ? അതെ. കള്ളം പറയുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൗണ്ട് ഹൊസറ്റിലെ ഡിസിബിള് സെക്രട്ടറിയുടെ പേര് ഉപയോഗിച്ച് കള്ളം പറയാൻ ധൈര്യപ്പെടുമെന്ന്? പിന്നെ ഈ സോൾ അങ്ങോട്ടൊന്ന് കുറച്ച് മാറ്റുമോ? ഇത് അപകടകരമാണ്. എന്തായാലും മറ്റുള്ളവരുടെ ട്രെയിനിങ് കാണുന്നത് തെറ്റാണ്. പക്ഷേ ഞാനാണ് ഇത്രയും ദിവസം ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നീയാണ് ഇവിടെ പെട്ടെന്ന് വന്നത്. അപ്പം ആരാണ് ഇതിന്റെ കാര്യക്കാരണം? എന്നാൽ നീ എന്നെ കണ്ട ഉടനെ പുറത്ത് കാരണമായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ മൗണ്ട് ഹൊസറ്റിന്റെ അടുത്ത് വന്നിരിക്കുന്നു എങ്കിൽ ആദ്യം ആരാണെന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടത്. അതോ ഞാൻ ചെയ്തത് തെറ്റാണോ? എന്ത് പറ്റി? ഇവൾക്ക് ദേഷ്യത്തിലാണോ? അവളുടെ വാൾ ഷാർപ്പാണെങ്കിലും അവളുടെ നാവ് അത്ര ഷാർപ്പല്ല എന്ന് തോന്നുന്നു. ശരി, നിന്റെ പേരെന്താണ്? ചൂമിയും. ഓ, അപ്പോൾ നിനക്ക് ഓസ്കാർ റിസീവ് ആയല്ലേ? അല്ല, എന്റെ പേര് ചൂമിയും. നിന്റെ പേര് തേർഡ് ക്ലാസ് ഡിസിപ്പിളിനെ പോലെ ചൂമിയും തുടങ്ങിയിട്ട് പോലും നിനക്ക് പേര് കിട്ടിയില്ലേ? ഇല്ല, ഇതുവരെയായിട്ടും ഇല്ല. പക്ഷേ എനിക്കിപ്പോ കിട്ടിയാൽ പോലും എന്റെ യഥാർത്ഥ പേര് പോലെ തന്നെയായിരിക്കും. ആ, ശരിയാണ്. മണ്ടിയാണ്. ഞാൻ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ. നീ തേർഡ് ക്ലാസ് ഡിസിപ്പിൾ ആണെങ്കിൽ ഞാൻ നിന്റെ സീനിയർ ആണ്. സീനിയറോ? അപ്പോൾ ബേക്ക് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഹ്യൂൻ ബേക്ക് എന്ന ക്രമം അനുസരിച്ച് യൂൻ കഴിഞ്ഞ ബേക്ക് എന്ന പേരിലുള്ള ഒരാൾ ഉണ്ടാകേണ്ടത് സ്വാഭാവികമാണ്. എന്നാൽ ഞാൻ തിരിച്ചു വന്ന ശേഷം ബേക്ക് എന്ന പേരിലുള്ള ആരെയും കണ്ടിട്ടില്ല. മൗണ്ട് ഹൊസറ്റിന്റെ ആ ഭയാനകമായ അവസ്ഥ കാരണം ആർക്കും ആ പേരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതാണോ നിനക്ക് പറയാനുള്ളത് മുഴുവൻ? എന്താ നിന്റെ ഗ്രീറ്റിംഗ്സ് എവിടെ? ചെറിയ കുട്ടി ശരിക്കും ശാന്തമാവും. ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. ശരിയാണ്. നിന്നെ കണ്ടതിൽ സന്തോഷം സീനിയർ. കൂടുതൽ പ്രധാനമായി വേഗം സ്ഥലം വിട്ടുപോകും. സൂര്യൻ ഉദിക്കാൻ പോകുന്നു. മറ്റുള്ളവരുടെ ട്രെയിനിങ് സ്പേസിൽ നിൽക്കാതെ പെട്ടെന്ന് പോകും. അവിടെ സൂര്യൻ ഉദിക്കുന്നു. അപ്പോൾ ആ സീനിയർ പറയുന്നു, ഞാൻ എന്തായാലും ഇത് ലീഡറിന്റെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് വരാം. നീ സത്യമാണോ പറയുന്നതെന്ന്? എനിക്ക് കള്ളമാണ് പറയുന്നെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറായിക്കോ? എന്നിട്ട് നടന്നു പോകുന്നു സീനിയർ. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, എന്ത് വിചിത്രമായ കുട്ടി. ആരെ? ഞാനോ? ഞാൻ എന്തായാലും ഒരു പുതിയ പരിശീലന സ്ഥലം കണ്ടെത്തണമെന്ന് തോന്നുന്നു. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ സീനിയേഴ്സ് എല്ലാം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇവർക്കൊക്കെ എന്ത് പറ്റിയിട്ട്? അവിടുത്തെ ഓരോ സീനിയറും ആണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വളരെ വിഷമത്തിലിരിക്കുന്നു. വൈറ്റ് പ്ലം ബ്ലോസം ബോർഡിംഗ് ഹൗസ് ഞാൻ അപ്സൈഡ് ഡൗൺ ആക്കിയതിനു ശേഷം ഇത്ര ഗ്ലൂമി ആയ അറ്റ്മോസ്ഫിയർ ആദ്യമായിട്ടാണ്. എന്ത് പറ്റി ഇവിടെ? അത് നമ്മുടെ സീനിയേഴ്സ് എല്ലാം തിരിച്ചു വരുന്നു. ആര്? ആ ബേക്ക് നെയിം ഉള്ളവരോ? ആര് വന്നാലും എന്താണ് കുഴപ്പം? ആദ്യം നീ അവരെ ബേക്ക് എന്ന് വിളിക്കല്ലേ. അവർ കേട്ട് കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് കിട്ടും. എന്തായാലും അവർ ക്ലോസ് ഡോർ ട്രെയിനിങ്ങിന് പോയിരിക്കുമായിരുന്നു. കാരണം ഇവിടെയുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ലാർജ് സ്കെയിൽ ക്ലോസ് ഡോർ ട്രെയിനിങ്ങിന് വേണ്ടി സ്ഥലമില്ലായിരുന്നു. പക്ഷേ ഇത് കാരണം ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്താ സീനിയേഴ്സിന് ഇനിയും ഒരു വൃത്തികെട്ട സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ? അടിക്കോ തല്ലോ എന്തെങ്കിലും ചെയ്യുമോ? എന്തായാലും വേറെ ആളെ പോലെ അവര് ഞങ്ങളെ അടിക്കൊന്നും ചെയ്യില്ല. ആരാണ് ആ വേറെ ആള്? നമുക്ക് മുന്നോട്ട് പോകാം.
പോകാം. ഇതിന് കാരണം ആ കോൺഫറൻസ് ആണ്. കോൺഫറൻസോ? അതെന്താണ്? ഞാൻ ഉദ്ദേശിച്ചത് മൗണ്ട് ഹോസെറ്റ് ആൻഡ് സദേൺ എഡ്സെറ്റ് കോൺഫറൻസ്. ഇത് മൗണ്ട് ഹോസെറ്റും സദേൺ എഡ്സെറ്റും എല്ലാ വർഷവും ഒരുമിച്ച് കൂടി കഴിഞ്ഞ വർഷത്തിലെ പ്രോഗ്രസ് കാണിക്കുന്ന ഒരു മാർഷൽ ആർട്സ് കോമ്പറ്റീഷൻ ആണ്. അതുപോലെ ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കേട്ടത് ഈ കോൺഫറൻസ് മുമ്പ് 5 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്നു എന്നാണ്. അതും നടത്തിയത് 2 സെറ്റിനെ അടുപ്പിക്കാൻ വേണ്ടി. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോഴും ഇത് എക്സ്പീരിയൻസ് എക്സ്ചേഞ്ച് ആണെന്ന് പറയപ്പെടുന്നെങ്കിലും ഇതൊരു വൺ സൈഡഡ് അറ്റാക്ക് ആണ്. 2 വർഷം മുമ്പ് അടികൊണ്ട ഇഞ്ചുറീസ് ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. അവർ വെറും ഈ വർഷം എങ്ങനെ മറികടക്കും എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായി തകർന്നു പോയാൽ നമ്മുടെ സീനിയേഴ്സും എൽഡേഴ്സും അവരുടെ മുഖം കാണിക്കാൻ പറ്റാത്തവരും. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ വീണ്ടും മാറും. നീ പറയുന്നത് എൽഡേഴ്സ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാവും. അതുകൊണ്ട് തേർഡ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഡിസിപ്പിൾസ് ഫൈറ്റ് ചെയ്യുന്നത് അല്ലേ? എന്നിട്ട് നിങ്ങൾ ഇത്രയും കാലം വൺ സൈഡ് ആയിട്ട് അറ്റാക്ക് മേടിച്ചോണ്ടിരുന്നു. അത് ശരിയാണ്. അതുകൊണ്ടാണ് സീനിയേഴ്സ് എല്ലാവരും ക്ലോസ് ഡോർ ട്രെയിനിങ്ങിന് പോയത്. ഞങ്ങൾ ഇനി നാണം കെടാതിരിക്കാൻ. ഇപ്പോൾ അവർ തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം മൗണ്ട് ഹു ആൻഡ് സദേൺ എഡ്സെറ്റ് കോൺഫറൻസ് അടുത്ത് വരുന്നു എന്നാണ്. ഓ, അതാണോ? നമ്മൾ സദേൺ എഡ്സെറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു അല്ലേ? എന്റെ കാലത്ത് ഇല്ലായിരുന്ന മാർഷൽ ആർട്സ് കോമ്പറ്റീഷൻ ഇപ്പോൾ മൗണ്ട് ഹോസെറ്റ് വീക്കായിരുന്നപ്പോൾ ഉണ്ടല്ലേ? അവർ ഞങ്ങളുടെ സെറ്റ് ശരിക്കും താഴ്ത്തി കാണുവാണ്. ഞാൻ അവരുടെ വെറുതെ വിടാൻ അനുവദിക്കില്ല. അപ്പോൾ ക്ലോസ് ഡോർ ട്രെയിനിങ്ങിന് ശേഷം തിരിച്ചു വരുന്ന ആ സീനിയേഴ്സ് ഡിസിപ്ലിൻസിന് അവരെ തോൽപ്പിക്കാൻ പറ്റുമോ? അവർ ക്ലോസ് ഡോർ ട്രെയിനിങ് ചെയ്യാൻ തന്നെ കാരണം അവരത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. അവരെന്തോരം അച്ചീവ്മെന്റ്സ് നേടിയാലും ഇത് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല അവർ ജയിക്കുമെന്ന്. അതെല്ലേ? അങ്ങനെയാണെങ്കിൽ ജയിക്കേണ്ടത് നമ്മളാണ്. സീനിയർ ബ്രദേഴ്സ്, നിങ്ങൾ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അല്ലേ? ഇപ്പം ഒരു വിഷം കഴിക്കണമെന്ന് വന്നാൽ പോലും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാലും ഒടിഞ്ഞാൽ പോലും നിങ്ങളെല്ലാം ഇതിന് പ്രിപ്പയർ ആണ് ജയിക്കാൻ വേണ്ടി അല്ലേ? വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ജയിപ്പിക്കും. സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾസ് തിരിച്ചു വരികയാണ്. കുറച്ചുപേര് യുമിൽ റീച്ച് ആയി. ബാക്കിയുള്ളവരും പെട്ടെന്ന് തിരിച്ചു വരും. പക്ഷേ സെക്ലീഡർ എന്തുകൊണ്ടാണ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വെക്കാനിരുന്ന ഈ കോൺഫറൻസ് ഇപ്പോൾ പെട്ടെന്ന് വെക്കാൻ തീരുമാനിച്ചത്? അതനുസരിച്ച് ഒരു ലെറ്റർ അയച്ചു. അവർക്ക് ഈ കോൺഫറൻസ് ഈ വർഷം കുറച്ച് നേരത്തെ ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? ഇതൊരു ടഫ് സിറ്റുവേഷൻ ആണ് സെക്ലീഡർ. ഇപ്പോൾ മൗണ്ട് ഹോസെറ്റ് നന്നായി പോകുന്നു. ഇത്രയും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇത് സംഭവിച്ചു എന്നത് കണക്കിലെടുത്താൽ ആളുകൾ നമ്മളെ സെർവ് ചെയ്യുന്നു എന്നത് സർപ്രൈസ് ആകേണ്ട കാര്യമല്ല. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മൾ അടിസ്ഥാനമായിട്ട് ഒരു മാർഷൽ ആർട്ട് സെറ്റ് അല്ലേ? നമ്മൾ പുതിയ മാർഷൽ ആർട്ട് ഡിസ്കവർ ചെയ്യുകയും ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു. എങ്കിലും ഈ ഫീൽഡിൽ റിസൾട്ട് കാണാനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കോൺഫറൻസിന്റെ റിസൾട്ടും പണ്ടത്തെ പോലെ തന്നെയായിരിക്കും. ആ കുട്ടികൾ നമ്മൾ പരാജയപ്പെട്ടാൽ ആ കുട്ടികൾ ഓർക്കും മൗണ്ട് ഹോസെറ്റ് നേടിയെടുക്കാൻ പറ്റില്ലെന്ന്. അവൾ ആ പഴയ ലൂസർ മെന്റാലിറ്റിയിലേക്ക് പോകും. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതറിയില്ലെന്ന്? നമ്മൾ സദേൺ എഡ്സെറ്റിനെ അവോയ്ഡ് ചെയ്യുവാന്ന് ആ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഹോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. ആ കുട്ടികൾ അവരോർക്കില്ലേ ഈ സെറ്റിലീഡർ ആയ ഞാൻ പോലും അവരെ വിശ്വസിക്കുന്നില്ലെന്ന്. അത് നമുക്കൊരു നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടാണ്. ഈ സദേൺ സെറ്റ് നമ്മളുമായിട്ടുള്ള ഗ്യാപ്പ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഈ മാച്ചിലെ തോൽക്കുക എന്ന് പറയുന്നത് അത്ര നാണക്കേടല്ല. നമ്മൾ നമ്മുടെ പരമാവധി പരിശ്രമിച്ചിട്ടും തോൽക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീണ്ടും പരിശ്രമിക്കണമെന്നാണ് അർത്ഥം. പക്ഷേ നമ്മൾ ആ ഫൈറ്റ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറെന്റ് സ്റ്റോറിയാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ലീഡർ, ഞാൻ ഷോർട്ട് സൈറ്റഡ് ആയിരുന്നു എന്റെ സെറ്റിലർ പറയുന്നു. ശരിയാണ്. അവർ ഹാർഡായി ട്രെയിൻ ചെയ്ത ശേഷം തിരിച്ചു വരികയാണ്. നല്ല ഭക്ഷണം ചെയ്യൂ. സെറ്റിലറിനെ കാണിക്കുന്നു. സെറ്റിലർ അവിടുത്തെ ജനലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു മുള്ളുള്ളതുപോലെ തോന്നുന്നു. ഓരോ ശ്വാസമെടുപ്പിലും അത് വേദനിപ്പിക്കുന്നു. അത് കൂടുതൽ ആഴത്തിലേക്ക് പോയി ഒടുവിൽ എന്റെ ശ്വാസത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നു. സദേൺ എഡ്സെറ്റ്. നീ പറയുന്നത് സദേൺ എഡ്സെറ്റ് ജയിക്കാൻ പറ്റില്ലെന്നാണോ? അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ കൂടുതൽ സ്ട്രോങ്ങർ ആയില്ലേ? നിങ്ങൾ സ്ട്രോങ്ങർ ആയി. അതുകൊണ്ട് ഇത്രയായിട്ട് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞില്ലേ? നിങ്ങളുടെ ഗ്രോത്ത് ഇത്രയും ചെറുതൊന്നുമല്ല. എനിക്കറിയായിരുന്നു. ഉറപ്പായിട്ടും അല്ല. അതെ, ഉറപ്പായിട്ടും അല്ല. ഇത്രയാണ് നിങ്ങളുടെ ഗ്രോത്ത്. അതെന്താണ് ഇത്ര വ്യത്യാസമുള്ളത്? ഞങ്ങൾ മരിക്കാറാവുന്നവരെ ട്രെയിൻ ചെയ്തു, എന്നിട്ട് ഇത്രയും സ്ട്രോങ്ങർ ആയെന്നാണോ പറയുന്നത്? എന്റെ ബോഡിയുടെ ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാം. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? വെറും കുറച്ച് മാസം കൊണ്ട് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഒരു അക്കൗണ്ട് വിത്ത് 3 ഇരട്ടി കരുത്തരാണെന്ന് വെച്ച് കരുതി അതിന് ഒരു വലിയ ഓക്ക് മരത്തിനോട് മുട്ടാൻ കഴിയില്ല. ഈ തേർഡ് ക്ലാസ് ഡിസിപ്പിളിന്റെ ഗ്രോത്ത് കുറച്ച് സ്കെയറിയാണ്. ഞാൻ ഒരിക്കലും ഇത്ര സ്ട്രോങ്ങർ ആകുന്ന വേറെ ആൾക്കാരെ കണ്ടിട്ടില്ല. പക്ഷേ പാസിലെ തേർഡ് ക്ലാസ് ഡിസിപ്പിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊന്നുമല്ല. പിന്നെ സദേൺ സെറ്റിലെ ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ ഇത്രയും കാലം അവരുടെ കരുത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ തേർഡ് ക്ലാസ് ഡിസിപ്പിൾ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ജോവിലാണ്. അവന് കൃത്യമായ ആളെയാണ് കിട്ടുന്നതെങ്കിൽ അവൻ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂജുവിന് അതിനെ
അതിനേക്കാളും കുറച്ച് ഈസി ആയിട്ടുള്ള മാച്ചപ്പ് വേണം. ഇവര് മാത്രമാണ് എന്തെങ്കിലും ഹോപ്പ്, ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിക്കുക വേണ്ട. അപ്പം നമ്മൾ എങ്ങനെയാണ് ജയിക്കുന്നത്? നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകണം. ഇനിയും ഏതാണ്ട് 15 days മാത്രമേ ഉള്ളൂ മൗണ്ട് ഹുവ ആൻഡ് സദേൺസ് കോൺഫറൻസിന്. മാസങ്ങളായിട്ട് ട്രെയിൻ ചെയ്തിട്ടും നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ 15 ദിവസം കൊണ്ട്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണോ എന്ന്.